ഇന്ന് നാവികസേനാ ദിനം. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ആക്രമണം ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മയ്ക്കായാണ് ഡിസംബർ 4 നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ കപ്പൽ വേധ മിസൈൽ ആക്രമണമായിരുന്നു അത്. ഇന്ത്യയിലെ നാവികസേനയുടെ നേട്ടങ്ങളെയും പങ്കിനെയും അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ് നാവികസേനാ ദിനം. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ വെസ്റ്റേൺ നാവിക കമാൻഡന്റ് കപ്പലുകളെയും നാവികരെയും ഒരുമിച്ച് കൂട്ടി ഈ മഹത്തായ അവസരം ആഘോഷിക്കുന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്ന ചടങ്ങുകൾക്ക് പുറമെ നാവികസേന ഉപവിഭാഗങ്ങൾ, യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, മറ്റ് സേനകൾ എന്നിവ പ്രായോഗിക പ്രകടനത്തിലൂടെ അവരുടെ കഴിവുകളും ഊർജവും പ്രകടിപ്പിക്കും. 17-ാം നൂറ്റാണ്ടിലെ മറാത്ത ചക്രവർത്തിയായ ഛത്രപതി ശിവജി മഹാരാജിനെ ഇന്ത്യൻ നാവികസേനയുടെ പിതാവായി കണക്കാക്കുന്നു. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷത്തിന് തിരുവനന്തപുരം സാക്ഷിയാകുന്നതും ഇതാദ്യമാണ്. തിരുവനന്തപുരത്തെ ശംഖുമുഖം കടൽ തീരത്താണ് നാവികസേനാ ദിനാഘോഷങ്ങൾ നടന്നത്. ഇന്ത്യയിലെ വിമാനവാഹിനി കപ്പലുകൾ അടക്കമുള്ള എല്ലാ പടക്കപ്പലുകളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ശംഖുമുഖം തീരത്ത് പ്രകടനങ്ങൾ നടത്തി. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ദേശീയ തലത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ കൃത്യതയ്ക്കും ധീരതയ്ക്കും തന്ത്രപരമായ വൈദഗ്ധ്യത്തിനുമുള്ള ആദരമാണ്. ആത്മനിർഭർ ഭാരതത്തോടുള്ള നാവികസേനയുടെ പ്രതിബദ്ധതയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പ്രാഥമിക സുരക്ഷാ പങ്കാളിയാവാനുള്ള ദൃഢനിശ്ചയവും ഈ പരിപാടിയിൽ പ്രതിഫലിക്കുന്നു.